ഹലോ, നമ്മളിന്ന് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു സമ്മറൈസേഷൻ ആണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ പ്രോ സെഷനിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിന്റെ സമ്മറൈസേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രൊജക്ട് ടൈഗർ എന്ന ഒരു മെമ്മയറാണ്. എഴുതിയിരിക്കുന്നത് സത്യജിത് റേ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമാ സംവിധായകനാണ്. അദ്ദേഹം ഒരു മ്യൂസിക് കമ്പോസർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് പതേർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമയാണ്. ഈ മെമ്മയറിലൂടെ ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ പ്രത്യേകതകളും അതുപോലെ തന്നെ അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നേരിടേണ്ടി വന്ന കുറേ ചലഞ്ചസിനെയുമാണ് ഈ ഒരു ഓർമ്മക്കുറിപ്പിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി, അതും ആനിമൽ ആക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് സിനിമ ചെയ്യുന്ന കാര്യത്തിൽ ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റൊരു ഫിലിം ഇൻഡസ്ട്രിക്കും കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ കണ്ട കുറേ സിനിമകളെയൊക്കെ അദ്ദേഹം ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ 20 വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്നി സ്റ്റുഡിയോ അദ്ദേഹം വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ആ ഒരു ഇൻസിഡൻറ്റിലൂടെ അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി എത്ര ബഹുമാനത്തോട് കൂടിയിട്ടാണ് ഈ ആനിമൽ ആക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹം ആ ഒരു ഹോളിവുഡ് ഡിസ്നി സ്റ്റുഡിയോ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടേക്ക് ചെന്നു. അപ്പോൾ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ ക്യാമറമാൻ ലൈറ്റും ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള ആക്ടേഴ്സ് നിർബന്ധമായിട്ടും ആ ക്യാമറയുടെയും ലൈറ്റിൻ്റെയും മുൻപിൽ പോയി നിന്ന് അതിനെ ആ ഒരു ക്യാമറയും ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യാൻ സഹായിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ആ സിനിമയിലെ നായകനായ വലിയൊരു നായ മാത്രം ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് അത് മാത്രം മാറി നിൽക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു കുള്ളനായിട്ടുള്ള വ്യക്തി അങ്ങോട്ട് കടന്നു വരികയും എന്നിട്ട് നായയുടെ വേഷം ധരിച്ചുകൊണ്ട് അയാൾ അവിടെ നടക്കാനും വേണ്ടി തുടങ്ങി. അപ്പോഴാണ് സത്യജിത് റേ റിയലൈസ് ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ആനിമൽ ആക്ടേഴ്സിന് പോലും ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി ഈ സ്റ്റാൻഡിൻസ് അല്ലെങ്കിൽ ഡ്യൂപ്പുകളെ കൊടുത്തിരുന്നു. അത്രത്തോളം ബഹുമാനത്തോടു കൂടിയിട്ടായിരുന്നു ഈ ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി ആനിമൽ ആക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. പിന്നീട് ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന സംവിധായകൻ ബേർഡ്സ് എന്ന പേരിൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിലേക്ക് റേവൻസിനെ, കാക്കകളെ ധാരാളമായിട്ട് വേണ്ടിയിരുന്നു. അദ്ദേഹം ആ ഒരു ന്യൂസ് പുറത്തുവിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള റേവൻസിനെ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കൂ എന്നാണ് സത്യജിത് റേ പറയുന്നത്. പിന്നീട് ഇന്ത്യൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമകളിലും ആനിമൽ ആക്ടേഴ്സിനെ വെച്ചിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ പെർഫോമൻസസ് കാണുമ്പോൾ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ അദ്ദേഹം ഗൂബി ഗൈനെ ബാഗ ബൈനെ എന്ന പേരിലുള്ള ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ സിനിമയിലേക്ക് അദ്ദേഹത്തിന് ഒരു ടൈഗറിനെ ആവശ്യമായിരുന്നു. അപ്പോൾ ടൈഗറിന് ആവശ്യമായി വന്ന സമയത്ത് കൽക്കട്ടയിലെ മാർക്കറ്റ് സ്ക്വയറിൽ ആ സമയത്ത് ഭാരത് സർക്കസ് എന്ന് പറയുന്ന കമ്പനി തൻ്റെ ഷോസ് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യജിത് റേയും അദ്ദേഹത്തിൻ്റെ ടീമും അവർ ഈ മാർക്കറ്റ് സ്ക്വയറിലെ ഭാരത് സർക്കസ് കമ്പനിയിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് പോകുന്നു. മാനേജറെ കാണുന്നു. മാനേജർ മിസ്റ്റർ തോരത്ത് എന്ന് പറയുന്ന അവിടുത്തെ ആ ഒരു ട്രെയിനറിനെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അവർ കടുവയെ വിട്ടുകൊടുക്കാൻ വേണ്ടി റെഡിയായി. പക്ഷേ കടുവയെ വിട്ടുകൊടുക്കാൻ റെഡിയായെങ്കിൽ പോലും അവർ നേരിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വൈൽഡ് ആനിമലിനെ എങ്ങനെ സിനിമയിൽ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ച് എങ്ങനെ ഷൂട്ട് നടത്തും എന്നുള്ളതായിരുന്നു. അതിനുള്ളൊരു പരിഹാരം അവർ കണ്ടെത്തി. കടുവയുടെ കഴുത്തിൽ അതിൻ്റെ കളറുള്ള ഒരു കോളർ കെട്ടാം. എന്നിട്ട് ആ കോളറിൽ ചെറിയ തിന്നായിട്ടുള്ള വയറ് കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ നോട്ടൻ ഗ്രാം എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ് തീരുമാനിച്ചത്. അങ്ങനെ നോട്ടൻ ഗ്രാമിൽ ഷൂട്ടിങ്ങിന് വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി മിസ്റ്റർ തോരത്ത് കടുവകളുമായിട്ട് അങ്ങോട്ട് വന്നു. കേജ് തുറന്ന് ആ ഒരു കടുവ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കടുവ പുറത്തേക്ക് വന്നതിൻ്റെ ഒരു ഫ്രീ സ്പേസിലേക്ക് വന്നതിൻ്റെ ഒരു കുട്ടിക്കളിയായിരുന്നു കടുവ പിന്നീട് കാണിച്ചത്. കാരണം കടുവയിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു നടത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ഒരു ഫ്രീ സ്പേസിലേക്ക് വന്നതുകൊണ്ട് ആ കടുവ ആ ഒരു മണ്ണിൽ കിടന്ന് ഉരുണ്ട് കളിക്കാനും ട്രെയിനറിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഓടാനും അതുപോലെ തന്നെ ചാടിക്കളിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ആ ഒരു ഷൂട്ടിംഗ് കഷ്ടപ്പെട്ട് തീർത്തെങ്കിൽ പോലും അവരെടുത്ത ഷോട്ടുകളൊക്കെ വളരെ ഡാർക്കൻഡായ ഷോട്ടുകളാണ് അവർക്ക് കിട്ടിയത്. പിന്നീട് ബോറൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ചിട്ട് റീഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്രാവശ്യം വീണ്ടും മിസ്റ്റർ തോരത്ത് കടുവയുമായിട്ട് വന്നു. ഇപ്രാവശ്യം അവർ നേരിട്ടൊരു ചലഞ്ച് എന്ന് പറയുന്നത് അവിടെയുള്ള നാട്ടുകാരായിരുന്നു. എല്ലാവരും തടിച്ചു കൂടിയത് കൊണ്ട് തന്നെ ആ നാട്ടുകാരുടെ ആ ഒരു തടിച്ചുകൂടൽ കൊണ്ട് ഷൂട്ടിംഗ് കറക്റ്റായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കടുവയെ കൂട് തുറന്ന് പുറത്തേക്ക് വിട്ടപ്പോൾ കടുവ നേരെ എടുത്ത് ചാടിയത് ആ നാട്ടുകാർക്കിടയിലേക്കായിരുന്നു. പിന്നീട് ആ കടുവയുടെ ആ ഒരു ചാട്ടം കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് കടുവ ഒന്ന് ശാന്തമായി സുഖമായിട്ട് അവർ ആ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും ഹോളിവുഡ് എന്ന് പറയുന്ന ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ചുമാണ് അദ്ദേഹം ഈ മെമ്മയറിലൂടെ പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ
ഇതിൽ നിന്ന് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നോട്ടൻഗ്രാമിൽ നടന്ന ആ ഇൻസിഡൻറ്റിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു റൈറ്റപ്പ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഫോർമൽ ലെറ്റർ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ആനിമൽ വെൽഫെയർ ബോർഡിന് എഴുതുന്ന ഒരു ഫോർമൽ ലെറ്റർ, പിന്നെ ആസ് യൂഷ്വൽ ആയിട്ടുള്ള നമ്മളുടെ നോട്ടീസ് റൈറ്റിംഗ് ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്.